നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2023 ടോപ്പ് സ്കോറർ ആരാ? ക്രിസ്ത്യാനോ അല്ലാതെ മറ്റാര്? ഒരു കളി കൂടി ബാക്കിയുണ്ട്, അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് അതങ്ങ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ക്രിസ്ത്യാനോയെ മറികടക്കാൻ ഇപ്പോൾ ആരുമില്ല. എർലിംഗ് ഹാലൻഡിനാണ് എന്തെങ്കിലും സാധ്യതയുള്ളത്. ഒരു കളി കൂടി ഹാലൻഡിൻ്റെ ടീമിന് ബാക്കിയുണ്ട്. പക്ഷേ ഹാലൻഡ് കളിക്കില്ല എന്ന് തന്നെയാണ് വാർത്തകൾ. പെപ്പ് അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പെപ്പ് പറഞ്ഞത് ജനുവരിയിൽ ഹാലൻഡ് ടീമിന് ഒപ്പം എത്തിയേക്കുമെന്നാണ്. അപ്പോൾ കാര്യമുറപ്പായി, ഈ വർഷത്തെ ടോപ്പ് സ്കോറർ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇത് 5ാം തവണയാണ് ഒരു കലണ്ടർ ഇയറിൽ അദ്ദേഹം ടോപ്പ് സ്കോറർ ആവാൻ പോകുന്നത്. ഇതിനു മുമ്പ് 4 തവണ അദ്ദേഹം ടോപ്പ് സ്കോറർ ആയിട്ടുണ്ട്. 2011 60 ഗോളുകൾ, 2013 69 ഗോളുകൾ, 2014 61 ഗോളുകൾ, 2015 57 ഗോളുകൾ, ഇപ്പോൾ 2023 ഇതാ 53 ഗോളുകൾ അദ്ദേഹം നേടിയിരിക്കുന്നു. ഒരു കളി കൂടി ബാക്കിയുമുണ്ട്. അപ്പോൾ IFFHSൻ്റെ വേൾഡ്സ് ബെസ്റ്റ് ടോപ്പ് ഗോൾ സ്കോറർ അവാർഡ് അദ്ദേഹം ആദ്യമായിട്ട് ഈ വർഷം നേടാൻ പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് 4 തവണ ആ നേട്ടത്തിലേക്ക് എത്തിയെങ്കിലും അന്നൊന്നും IFFHSൻ്റെ വേൾഡ്സ് ബെസ്റ്റ് ടോപ്പ് ഗോൾ സ്കോറർ അവാർഡ് ഉണ്ടായിരുന്നില്ല. 2020 മുതലാണ് അത് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് IFFHSൻ്റെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അത് മറ്റ് അവാർഡുകളാണ്. അത് നോക്കുകയാണെങ്കിൽ IFFHS വേൾഡ്സ് ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഗോൾ സ്കോറർ അവാർഡ് അദ്ദേഹത്തിന് 2013, 2014, 2016, 2017, 2019 വർഷങ്ങളിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. 5 തവണ ലഭിച്ചു. കൂടാതെ IFFHS വേൾഡ്സ് ബെസ്റ്റ് ടോപ്പ് ഡിവിഷൻ ഗോൾ സ്കോറർ ആയിട്ടുള്ള അവാർഡ് 2014, 2015, 2020 വർഷങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 8 IFFHS അവാർഡുകൾ അദ്ദേഹത്തിന് ഓൾറെഡി ഉണ്ട്. എന്നാൽ IFFHS വേൾഡ്സ് ബെസ്റ്റ് ടോപ്പ് ഗോൾ സ്കോറർ അവാർഡ് ഇതാ അദ്ദേഹം ആദ്യമായിട്ട് നേടാൻ പോകുന്നു. 9ാമത്തെ IFFHS അവാർഡാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.